പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നമ്മുടെ കൊടകിലെ പ്രകൃതി രമണീയമായ സച്ചിദാനന്ദ സുതലയം ആശ്രമത്തിലാണുള്ളത്. നല്ല സുഖശീതളമായ കാലാവസ്ഥ, ഒരു ഫോറസ്റ്റ് പോലെ മരങ്ങൾ നിറഞ്ഞ് സസ്യലതാദികളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. മഴ അധികമായതുകൊണ്ട് ഈ സമയത്ത് പക്ഷികളെ അധികം കാണുന്നില്ല. അല്ലെങ്കിൽ ധാരാളം പക്ഷികളും അണ്ണാനും എല്ലാം ഇതിലെ ഓടി നടക്കുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ധ്യാനത്തിനും യോഗവിദ്യ അഭ്യസിക്കുന്നതിനും മനസ്സ് ശാന്തമാകുന്നതിനും ആന്തരിക സൗഖ്യത്തിനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് കൊടക് ജില്ലയിലെ മനോഹരമായ ഈ ആശ്രമം. ഞാൻ ഭാരതത്തിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ചെറിയ പ്രായം മുതലേ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും അനുയോജ്യമായ സ്ഥലം, വൃക്ഷനിബിഡവും അതേസമയവും ടെമ്പറേച്ചർ കുറഞ്ഞ് നല്ല പ്രകൃതി തന്നെ എയർ കണ്ടീഷൻ ഒരുക്കിയ ഇത്രയും മനോഹരമായ പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുവാനും ഇവിടെ നമ്മുടെ കോട്ടേജ് പണിയുവാനും ഇവിടെ ധ്യാന സാധനയിലേക്ക് കടക്കുവാനും തീരുമാനിച്ചത്. അപ്പോൾ ഈ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ആണ്, കേവലം ക്ലാസ് അല്ല. നിങ്ങളൊരു ഹോട്ടൽ റൂമിലോ മറ്റൊരു ഹാളിലോ പോയി ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, ക്ലാസ്സിൽ നിങ്ങൾ അറിവ് സമ്പാദിക്കുന്നു, നോട്ട് തയ്യാറാക്കുന്നു, അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോരുന്നു. പക്ഷേ ഈ ആശ്രമം അങ്ങനെയല്ല. ഈ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോവുകയാണ്. ഇതൊരു അനുഭവമാണ്. നിങ്ങളുടെ അന്തരാത്മാവിലേക്കുള്ള പ്രയാണം, അഥവാ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ഊർജ്ജ ശരീരത്തിലേക്ക്, എനർജി ബോഡിയിലേക്കുള്ളൊരു പ്രയാണമാണിവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറ്, നമ്മുടെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ വരിക. നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചും എനർജി സെൻറ്റേഴ്സിനെക്കുറിച്ചുമൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങൾ ബേസിക്കായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആശ്രമത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഭവത്തിലേക്ക് കടക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാമെന്ന് പറയുന്നത് ഗുരുവോ ഒരു വ്യക്തിയോ അല്ല, ഈ പ്രകൃതി തന്നെയാണ് നിങ്ങളെ ഹീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് എനർജി, എല്ലാവരിലും ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. ആ ഹീലിംഗ് എനർജി ഈ പ്രകൃതിയോട് നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോൾ, ഒന്നായി തീരുമ്പോൾ, ഈ പ്രകൃതിയുടെ ശ്രുതിലയവുമായി നിങ്ങൾ ചേർന്ന് പോകുമ്പോൾ ആ കോസ്മിക് എനർജിയുമായിട്ട് നിങ്ങളുടെ എനർജി ട്യൂൺ ചെയ്യും. അങ്ങനെ ട്യൂൺ ചെയ്യുവാനുള്ള ഒരു ഗൈഡൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഗുരു തരുന്നത്. അപ്പോൾ നിങ്ങളിലെ ആന്തരികമായ ഈ ഹീലിംഗ് എനർജിയെ ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ടെക്നിക്സാണ്, ആ ഗൈഡൻസാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഗൈഡൻസിൽ കൂടി നിങ്ങൾ ആ ഹീലിങ്ങിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ കിടക്കുന്ന ആശങ്കകൾ, ഭയവിഹ്വലതകൾ എല്ലാം അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുവാൻ, അവിടെ നിന്ന് ദൂരീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രാണവിദ്യ ക്രിയകൾ മുഖാന്തരം, കുണ്ടലിനി ധ്യാന പരിശീലനത്തിലൂടെ, വ്യത്യസ്ത ധ്യാന രീതികളിൽ കൂടെ, യോഗവിദ്യകളിൽ കൂടെ നിങ്ങളുടെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും നിങ്ങൾക്ക് ശുദ്ധീകരിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതി തന്നെ എയർ കണ്ടീഷൻ ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോട്ടേജിൽ താമസിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസം ഇവിടെ താമസിക്കാം. നമുക്കിവിടെ എല്ലാവരും ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുകയാണ്. ഈ ആശ്രമത്തിൽ പ്രത്യേകം സർവൻസ് ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ നിങ്ങളെ സഹായിക്കണം, മറ്റു കാര്യങ്ങൾ ചെറുതായിട്ട് സഹകരിക്കണം, വലിയ ജോലികളൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നു, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുന്നു, ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ധ്യാനം പരിശീലിക്കുന്നു. അതോടുകൂടി ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഹീലിംഗ് സെഷനുണ്ട്. ഇൻഡിവിജ്വൽ പേഴ്സണലായിട്ട് കൗൺസിലിംഗ് സെഷനും ഇൻഡിവിജ്വലായിട്ടുള്ള ഹീലിംഗ് സെഷനും താല്പര്യമുള്ളവർക്ക് മാത്രം അവൈലബിളാണ്. അല്ലാത്തവർക്ക് ഗ്രൂപ്പായിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളെ ആന്തരികമായ പ്രയാണം ത്വരിതപ്പെടുത്തുന്ന ഒരു നല്ല പോസിറ്റീവ് എനർജിയുള്ള ആശ്രമമാണ് കൊടകിലെ സുതലയം സച്ചിദാനന്ദ ആശ്രമം. ഈ ആശ്രമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യുക.
അപ്പോൾ എന്താണ് എനർജി ബോഡി? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. എന്താണ് എനർജിയുടെ സെൻറ്റേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, ഈ ചക്രങ്ങൾ മനസ്സുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ബോധ മനസ്സെന്താണ്, ഉപബോധ മനസ്സെന്താണ്, അൺകോൺഷ്യസ് മൈൻഡ് അബോധ മനസ്സെന്താണ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഓൺലൈൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ അനുഭവത്തിലേക്ക് കടക്കുവാൻ എളുപ്പമാകും.